ചാലഞ്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഇന്ന് മലയാളം ലെറ്റേഴ്സ്, അതായത് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് വെച്ചിട്ട് നമ്മൾ ഒരുപാട് ചാലഞ്ചസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്താ പറയാ, ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് കുക്കിംഗ് ചാലഞ്ച്, ഷോപ്പിംഗ് ചാലഞ്ച്, പിന്നെ A to Z ഷോപ്പിംഗ് ചാലഞ്ച്, അങ്ങനത്തെ ഓരോ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് ആദ്യമായിട്ട് നമ്മൾ മലയാളം അക്ഷരമാലയിലുള്ള അക്ഷരങ്ങൾ വെച്ചിട്ട് നമ്മളൊരു അടിപൊളി ചാലഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. കാരണം എന്താ വെച്ചാൽ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഒരു ജെ വെച്ചിട്ട് ജാമാണ് അങ്ങനെയൊക്കെയല്ലേ നമ്മൾ കഴിക്കാറുള്ളത്. പക്ഷെ ഇത് കറക്റ്റ് നമ്മൾ മലയാളത്തിൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം, താ വെച്ചിട്ട് നമ്മൾ തക്കാളി കഴിക്കണം. അതില് നമ്മൾ ഇംഗ്ലീഷ് വരില്ല, വെച്ചിട്ട് ഉരുളക്കിഴങ്ങ്, ആ ഒരു രീതിയിൽ വരാൻ പോകുന്നത്. നമ്മുടെ മുന്നിലുള്ള ഈ ബൗളിന്റെ ഉള്ളിൽ നമ്മുടെ മലയാളം അക്ഷരമാലയിലുള്ള അക്ഷരങ്ങളുണ്ട്. അതായത് അങ്ങനത്തെ എല്ലാ അക്ഷരങ്ങളും ഇതിന്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ റാൻഡം ആയിട്ട് ഇതിൽ നിന്ന് ഒരു അക്ഷരം സെലക്ട് ചെയ്യും. ആ അക്ഷരത്തിലുള്ള ഫുഡ് ആയിരിക്കും നമുക്ക് ഓരോ റൗണ്ടിലും നമ്മുടെ മുന്നിൽ വരിക. അപ്പൊ നല്ല ഇൻട്രസ്റ്റിംഗ് ചാലഞ്ച് ആയിരിക്കും ഗൈസ്. നമുക്ക് പെട്ടെന്ന് തന്നെ ചാലഞ്ചിലേക്ക് കടക്കാം. ഫസ്റ്റ് റൗണ്ടിലോട്ട് എടുക്കാം. അപ്പൊ ഗൈസ് ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് ഏത് അക്ഷരം കിട്ടും? എപ്പോഴും ഞാൻ തന്നെ എടുക്കല്. ഇത് ഏതാണ്? ഏതായാലും കുഴപ്പമില്ല. എന്താ വഴുതിന, വെണ്ടക്ക, പച്ചക്കറിയാണല്ലോ കൂടുതലല്ലേ? ശരിയാണ്. നല്ല സാധനം ആലോചിച്ചോക്കെ. ഡെസേർട്ട് പോലെ. ഡെസേർട്ട് ഒന്നും ഇല്ല, ആലോചിച്ചിരിക്കുന്നതിനെക്കാട്ടും നല്ലത് എന്താ വരാൻ തരാം. പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും ഉള്ളൂ, എന്തായാലും കൊണ്ടുത്താം. അങ്ങനെ നമ്മള് ഫസ്റ്റ് റൗണ്ടിലേക്കുള്ള ഫുഡ് ഐറ്റംസ് ഇതിന്റെ ഉള്ളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. എന്നുള്ള അക്ഷരമാണ് നമുക്ക് കിട്ടിയത്. വെച്ചെനിക്ക് തോന്നുന്നു മിക്കവാറും പഠിച്ചിട്ടുണ്ട്. ഇതിന് ഏതാ വേണ്ടെന്നുള്ള നമ്മൾ സെലക്ട് ചെയ്യണം കേട്ടോ. ഞാൻ മറന്നു സെലക്ട് ചെയ്യാൻ. പറഞ്ഞു കൊടുക്കുന്ന സെലക്ഷൻ ഞാനിത് നീക്കട്ടെ തല്ലോ. വഴുതിനാണെങ്കിൽ ഫ്രൈ ചെയ്താണ് ഇഷ്ടം. വഴുതിന് ഞാൻ ഫ്രൈ എന്നൊന്നും പറഞ്ഞു തരില്ല. ഇംഗ്ലീഷ് അക്ഷരം തീരെ. വഴുതിനെ പൊരിച്ചത് എന്നാലും തരും എനിക്ക് തോന്നില്ല. ഐസ്ക്രീം വാനില. അപ്പൊ കാക്കത് പാലല്ലേ, പുളി, വാളംപുളി. അത് ശരിയാണ് കേട്ടോ. കൊടംപുളി ഉണ്ട്, വാളംപുളി ഉണ്ട്. അപ്പൊ സ്പെസിഫിക് ആക്കി പറയും. ഇത് വാളംപുളി. ഷാമിക്ക് അപ്പൊ കിട്ടിയത് വാളംപുളിയാണ് ഗൈസ്. വാളംപുളിയാണോ ഒക്കെ തിന്നാനുള്ളത്? വാളംപുളി. ഞാൻ വിചാരിച്ച ഒരു വലിയൊരു പുളിയില്ലേ, മരത്തിന്റെ മുകളിൽ വേറൊരു ബ്ലാക്ക് കളർ വേറൊരു പുളി. അത് കൊടംപുളി. കൊടംപുളി വേറെ, വാളംപുളി വേറെ, ഇരുമ്പിപ്പുളി വേറെ. പുളികൾ പലതരം ഉണ്ട്. അപ്പൊ എനിക്ക് കിട്ടിയത് പുളിയാണ് ഗൈസ്, വാളംപുളി. എനിക്ക് വാ വെച്ചിട്ട് വെണ്ണയുടെ. എനിക്ക് കിട്ടിയത് വാനില ഐസ്ക്രീം ആണ് ഗൈസ്. അതും വായാണല്ലോ. നല്ല അടിപൊളി വാനില ഐസ്ക്രീം. വേറെ ഒന്നും പറയാനില്ല. ഇല്ല വാനിലക്ക് വാനില തന്നെ പറയാം. എനിക്ക് നല്ല വെണ്ണയും കഴിച്ചു പറ്റി. എനിക്ക് ഇഷ്ടമാണ് വാനില ഐസ്ക്രീം. ഇഷ്ടം. വാളംപുളി ഇഷ്ടമല്ല? വാളംപുളി ഇഷ്ടമാണ്, പക്ഷെ ഇതിൽ വെച്ച് നോക്കുമ്പോ ഇഷ്ടമല്ലല്ലോ. അപ്പൊ ഞാൻ വാളംപുളി. ഉപ്പ് കുറച്ച് കൂടുതലാണോ എന്നൊരു സംശയം. അപ്പൊ ഞാൻ പൊടി തിന്നാൻ പോവാ. നിങ്ങക്ക് വായില് വെള്ളം വരുന്നുണ്ടോ എനിക്കറിയാം. ഇവിടെ പുളിക്കുന്നു. ഇത്രയൊക്കെ ഒരുമിച്ച് കഴിക്കണോ? ഫസ്റ്റ് റൗണ്ട് വലിയ കുഴപ്പമില്ലാതെ പോയിട്ടോ. അത്ര ബുദ്ധിമുട്ടില്ല. ഓരോ സാധനങ്ങൾ വരുമ്പോഴേക്കും മനസ്സിലാവാ ബാക്കിയുള്ള സാധനങ്ങൾ നല്ലതായിരുന്നു എന്നുള്ളത്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ വലിയ രസമൊന്നുമില്ല, നല്ല ഉപ്പുണ്ട്. എന്നെക്കാട്ടി കഷ്ടപ്പാടുള്ള ഒരാൾ ഇവിടെ ഇരിക്കുന്നോണ്ട് എനിക്ക് വലിയ കുഴപ്പം തോന്നില്ല. ഇത് വലിയ ബുദ്ധിമുട്ടുള്ള സംഭവം ഒന്നല്ല. ഇത് ഇഷ്ടമുള്ള കുറെ ആൾക്കാരുണ്ടല്ലോ. കുറച്ച് സെക്കൻഡ് കൂടെ കൊടുത്തോളൂ, ഫുള്ള് തീർത്തു വരും. ഈ ഫോർക്ക് വെച്ചെന്തിനാ മനസ്സിലായില്ല. കുറച്ച് നിന്നോട് വിചാരിച്ചിട്ടാണ്, ഇത് കിട്ടുന്നില്ല. അപ്പൊ നമ്മളത് സെക്കൻഡ് റൗണ്ടിലേക്ക് കടക്കാണ്. ഫസ്റ്റ് റൗണ്ട് വലിയ കുഴപ്പമില്ല, നല്ല റൗണ്ട്. ഇനിയിപ്പോ അടുത്തത് നമുക്ക് ഏത് ലെറ്റർ കിട്ടാൻ നോക്കാം. ഇത് ഷാമി എടുക്കുന്നത്, ഇത് ഞാൻ എടുക്കുന്നത്. എങ്ങനെയാവോ എന്തോ. ഇതിലൊക്കെ ഇതെടുക്കുക, ഇതെടുക്കുക. നേരത്തെ വാ, ഇപ്പൊ പാ. പഞ്ചാമൃതം.
പഞ്ചസാര പഞ്ചസാര പഞ്ചാമൃതം മറ്റേ പാൽപ്പായസം പാൽപ്പായസം മോശമായിട്ടുള്ളത് പാലുണ്ടാവും പാവയ്ക്ക പടവലങ്ങ ഈ മലയാള അക്ഷരം വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് വരെ പച്ചക്കറികളുടെ ഓർമ്മയാണ് എന്റെ പച്ചക്കറി ഫ്രൂട്ട്സ് വരുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെ വരാൻ നോക്കട്ടെ ഇനി. കണ്ണടച്ചു. അങ്ങനെ ഗൈസ് നമ്മുടെ റൗണ്ടിലെ സാധനങ്ങൾ എല്ലാവരുടെയും മുന്നിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എന്തായാലും പപ്പടം ഉണ്ടാവും തോന്നുന്നു. അത് വല്ലാത്തൊരു പ്രതീക്ഷയാണ്. പപ്പടം ഉണ്ടാവുന്നില്ല, എനിക്ക് എന്തോ എന്റെ മനസ്സ് പറയുന്നു. പാവയ്ക്കയിൽ എനിക്കൊരു പ്രതീക്ഷ ഉണ്ട് കേട്ടോ. സോറി, ഞാൻ ആർക്കും വേണ്ടാത്ത ഇത് ഞാൻ എടുക്കട്ടെ. അത് എന്റെ കൈ തട്ടിപ്പോയപ്പോ തുറന്നു പോയതാ. എല്ലാത്തിനും ഒരു കിലുകിൽ ശബ്ദം ഉണ്ട് കേട്ടോ. ഞാനിത് ഇങ്ങനെ എടുത്ത് ഇത് തീരെ കനല്ലല്ലോ. അപ്പൊ തുറന്നോക്കാം. തുറക്കാം. 3, 2, 1 go. അയ്യോ, പാവയ്ക്ക, പാവയ്ക്ക. അയ്യോ, പച്ചക്ക് കഴിച്ചില്ല ഇതുവരെ. ഇല്ല. പാവയ്ക്ക. അപ്പൊ വെച്ചിട്ട് പാവയ്ക്ക പടവലം പായസം. കിടിലൻ പായസം എന്നല്ലേ? നല്ല തണുപ്പുള്ള പായസം. ഇത് ഉള്ളത്തെ സാധനം ഒഴിവാക്കിട്ടല്ലേ ഉള്ള സാധനം കഴിക്കരുത്, അത് ഒഴിവാക്കി. കഴിക്കട്ടെ. എന്റെ വീട്ടില് പടവലങ്ങ ഒന്നും വാങ്ങലില്ല കേട്ടോ. എന്റെ വീട്ടിൽ വാങ്ങണ്ട, അതാണ് എനിക്ക് മനസ്സിലായത്. ക്രിസ്പി അല്ലേ? വലിയ വികാരമൊന്നും ഇല്ലാത്ത സാധനം തോന്നുന്നു. അത് പച്ച ടേസ്റ്റുള്ള ഒരു സാധനമാണ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. പക്ഷെ കയ്പോ അങ്ങനെ ഒന്നുമില്ല. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതൊക്കെ കളർ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല ഗൈസ്. എന്തൊരു കയ്പുള്ള പാവയ്ക്കയാണ് ഇത്. ഇനി കയ്പക്കാന്ന് മാത്രമേ പേരുള്ളൂ, പാവയ്ക്കാന്ന് പേരില്ല. നല്ല കഴിക്കണം അത്. ഈ വെള്ളരിയൊക്കെ അല്ലേ, അപ്പൊ തിന്ന വെള്ളമുണ്ട്. നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ആ അരിയൊക്കെ കിട്ടുന്ന രീതിയിൽ കഴിക്കാം. ശ്രീക്ക് ഇഷ്ടായില്ലേ? ഈ സൈഡിൽ നിന്ന് കറുമുറു വെച്ച രണ്ടുപേർക്ക് നല്ല ക്രിസ്പി ആണല്ലോ കിട്ടിയത്. ഇത് രണ്ടും ഏകദേശം കാണാൻ ഒരുപോലെ, പക്ഷെ ടേസ്റ്റിലത് വലിയ വ്യത്യാസം നിങ്ങൾക്കറിയോ? അല്ല, അവർക്കറിയാൻ ഏകദേശം ഒരേപോലെയുള്ള സാധനം അല്ലേ? ഞാൻ പറയുന്നത് ആണ്. പക്ഷെ ഇതിന് ഭയങ്കര കയ്പുണ്ട്, പക്ഷെ ഇതിന് അത്ര കയ്പില്ല. അതെനിക്ക് വല്ല സന്തോഷം. അപ്പൊ നല്ലോണം കഴിച്ചു. ഞാൻ അടുത്തത് തിന്ന് പായസം കുടിക്കുന്ന പായസം കുടിച്ചാൽ മതി. നീ സഹിച്ചു. ഓളെ വിഷമാണ് ഓളെ പറയുന്നത്. അപ്പോഴേ തോന്നി. നമുക്ക് കയ്പക്കാന്ന് പറഞ്ഞല്ലേ ചെയ്യില്ല, പിന്നെ എങ്ങനെ പാവയ്ക്കൊക്കെ കൊണ്ടുപോകാം. ഞങ്ങളുടെ നാട്ടിൽ കയ്പാന്നാ ടേസ്റ്റ് പറയല്. അതൊരു കുക്കുംബറിന്റെ ടേസ്റ്റ്. ഇപ്പഴെങ്കിലും മനസ്സിലായി ഇത് കുക്കുംബറിന്റെ ടേസ്റ്റാ. അതെനിക്ക് ഇതുവരെ തോന്നിയില്ല. പക്ഷെ ഇതൊക്കെ ഈ വെള്ള കളർ നിന്ന് കഴിഞ്ഞാൽ പൊള്ളുന്നൊക്കെയാ പറയാ. എന്റെ വീട്ടിലൊക്കെ വെള്ള കളർ അത് പൊള്ളുന്നു. ചുണ്ടൊക്കെ ചൊറിഞ്ഞ് പൊള്ളുന്നു. അത് എന്ത് പൊള്ളൽ ഏറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ല, പോകുന്നുണ്ടോ? എന്തേ വന്നിട്ടുണ്ടെങ്കിൽ കാക്ക ചെയ്താണ്. കാക്ക ഇങ്ങനെ കൊണ്ടുവച്ചതാ. ഹോസ്പിറ്റലിലൂടെ അടുത്തുണ്ട് ഷാമി, കുഴപ്പമില്ല. അയ്യടാ, ചൊരണ്ടി കളഞ്ഞു. ഞാൻ അന്നത്തെ സ്നേഹം കൊണ്ട് അങ്ങനെ പറഞ്ഞു. എനിക്കത് അത്ര സ്നേഹമില്ല. മര്യാദക്ക് ഇരുന്ന് തിന്നോ, ഡയലോഗ് അടിക്കാതെ കേട്ടോ. ഇത് തിന്നി പണിയെടുക്കണം എന്ന് പറഞ്ഞാൽ നടക്കൂല കേട്ടോ. കാക്ക ഇത് ചെയ്ത് വെച്ചിട്ട് വേണം ഒരു കടി കടിക്കുക, അത്രയൊന്നും കടിക്കണ്ട. നമുക്ക് നേരെ അടുത്ത റൗണ്ടിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ തേർഡ് റൗണ്ടിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ 2 റൗണ്ടുകളും കുഴപ്പമില്ല, നല്ല റൗണ്ട്. എനിക്ക് കഴിഞ്ഞ റൗണ്ട് ഒന്ന് മോശം റൗണ്ട് ആയിരുന്നു. എനിക്ക് വളരെ നല്ല റൗണ്ട് ആയിരുന്നു കഴിഞ്ഞ റൗണ്ട്. അപ്പൊ ഈ റൗണ്ടില് ഞാൻ തന്നെ ലോട്ട് എടുക്കാം. ശ്രീക്ക് 2 റൗണ്ടും കുഴപ്പമില്ലാത്ത റൗണ്ട്. അതെ, ഇന്ന് മാവ് പാത്രമൊക്കെ എടുത്ത് അടുത്ത് കൊണ്ടുവച്ചിട്ട് കുഴക്കുക. തക്കാളി തക്കാളി തല 3 തലക്കറി, മീനിന്റെ തലക്കറി. ഞങ്ങൾക്ക് തക്കാളി തലക്കറി മാത്രമേ കിട്ടിയുള്ളൂ, വേറെ ഒന്നും കിട്ടിയില്ല. കടച്ചോ. അങ്ങനെ നമ്മൾ താഴ്ന്ന റൗണ്ടിലേക്ക് കടക്കുകയാണ്. എനിക്ക് എന്തോ ഒരു മസാലന്റെ മണം, നല്ല മസാലന്റെ സ്മെൽ ഉണ്ട്. നല്ലൊരു സ്ട്രോങ് മസാലന്റെ സ്മെല്ല് ഇവിടെ ഉണ്ട്. പിന്നെ തക്കാളി ഇല്ലാതെ ഈ റൗണ്ട് കടന്നു പോലെന്ന് ഞാൻ പറയുന്നു. എന്താന്നറിയാം. അപ്പൊ സെലക്ട് ചെയ്യാം. എനിക്ക് പേടിയുണ്ട്. എന്റെ ഇടിയാ ഇവര് പറഞ്ഞപ്പോ തന്നെ തേങ്ങ വീണ്. അപ്പൊ എല്ലാം കൂടി ഇടി പുഴങ്ങിയൊരു സൗണ്ട്. ഞാൻ ഇതില്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. ഇല്ലേ, എനിക്ക് നല്ല വെയിറ്റ് ഉണ്ടല്ലോ. ഇതിന് നല്ല വെയിറ്റ് ഉണ്ട്. ഓക്കെ, റെഡി? 3, 2, 1 ഗോ. താറാവ് റോസ്റ്റ് ആയിരിക്കും.
നല്ല രസത്തില് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് കണ്ടൊരു കൊതിയുണ്ട്. പക്ഷെ താറാവിനെ അലക്കുമ്പോ തിന്നാൻ തോന്നില്ല. താറാവ് റോസ്റ്റ് തിന്നില്ല. ചിക്കൻ മടമട അടിക്കുമല്ലോ. ചിക്കൻ മണമണ ഞാൻ അടിക്കും. താറാവ് റോസ്റ്റ് ഞാൻ കഴിച്ചിട്ടില്ല. എനിക്ക് ഒരു പ്രാവശ്യട്ടോ നമ്മളെ ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് കഴിച്ചു നോക്കിയപ്പോ എനിക്ക് ഇഷ്ടമായിട്ടില്ല. അല്ലാണ്ട് ഞാൻ അത്ര പാവായതുകൊണ്ട് പറഞ്ഞല്ലേ എന്താ ചെയ്യാ. തണ്ണിമത്തൻ, എനിക്ക് തണ്ണിമത്തനാണ് കിട്ടിയത്. എനിക്ക് തക്കാളിയാണ് കിട്ടിയത്. താറാവ് റോസ്റ്റും തക്കാളി എനിക്ക് രണ്ടെണ്ണം തന്നെ. എനിക്ക് തക്കാളി മാത്രം മതി. ഇതുവരെ വന്നത് അല്ല അടിപൊളി റൗണ്ട് ഇതാണ്. എന്ത് പറ്റിയതാ? താറാവ് റോസ്റ്റ് ഇഷ്ടമുള്ള കുറെ ആൾക്കാരുണ്ടാവും. ഉണ്ടാവും. ഞാൻ എനിക്ക് ഒരു പ്രാവശ്യം കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടമായില്ല. അതാ പ്രശ്നം. താറാവ് റോസ്റ്റും തക്കാളിയും തിന്നും ഞാൻ താവച്ചിട്ട് നോക്കിക്കോ. എനിക്ക് ഇഷ്ടമായ തക്കാളിയാ. എനിക്ക് തോന്നി രണ്ടിലും ഏത് കഴിച്ചാലും കുഴപ്പമില്ലല്ലോ പറഞ്ഞ പോലെ. തക്കാളിനോട് തക്കാളി നോട്ടെ. നല്ല മസാല, നല്ല ടേസ്റ്റ് ഉണ്ട്. മസാല അല്ല താറാവ്. ചിക്കൻ തിന്നാ മതി. എനിക്ക് എന്താ അറിയില്ല ഗൈസ്. ഞാൻ ബീഫും ചിക്കനും മട്ടൻ അങ്ങനെ തിന്നല്ല. എന്നാലും തിന്നു. പിന്നെന്താ തിന്നാ? ബീഫ് ചിക്കൻ അതൊക്കെ തിന്നാ. പക്ഷെ ഇത് എനിക്ക് ഇഷ്ടപ്പെടാനില്ല. ഞാൻ തണ്ണിമത്തൻ തിന്നാണ്. ഇത് ശരിക്കും കിട്ടേണ്ട സ്ത്രീ ആയിരുന്നു. ഓക്കായിരുന്നു നല്ല പണി കിട്ടിയാണ്. ഇപ്പൊ തന്നെ ചിക്കൻ വരെ കളി ഒന്നുകൊണ്ടിരിക്കുക. എനിക്ക് വാക്ക് വാക്ക് പറയുന്ന ഒരു ഫീല്. നല്ല ഫ്രഷ് തക്കാളി ചീഞ്ഞതാണെന്ന് തോന്നുന്നത്. ഒന്നും പറയാൻ പറ്റില്ലല്ലോ. താല് തക്കാളി ഇട്ടിട്ട് അതെന്തോ വലിയ കാര്യം തിന്നോണ്ടിരിക്കുക. ചല്ലോ അണക്ക് ഞാൻ 2 ചപ്പാത്തി വിട്ടരാം. ഇത് ഒരു കഷ്ണം ഞാൻ തിന്നും. ബാക്കി മുഴുവനും വേണ്ടിയിരുന്ന് തിന്നോളാം. ഞാൻ പറഞ്ഞുതരാം. താറാവ് റോസ്റ്റ് എനിക്ക് വേറെ ഒന്നും കിട്ടിയില്ല. താഴ്ചിട്ട് വേറെ എന്തൊക്കെ ഉണ്ടല്ലേ? തരിക്കഞ്ഞി, തരിപ്പോള, അല്ല അത് കഴിഞ്ഞ റൗണ്ടിന്റെ ഓർമ്മകൾ കയറി വന്നതായിരിക്കും. അങ്ങനെ ഞാൻ ഒരു തണ്ണിമത്തൻ കഴിച്ച് കയ്യാറായി. ഉണ്ടല്ലോ തിന്നും തണ്ണിമത്തൻ അത്രയും തിന്നും. ചാലഞ്ചിന് കണ്ടല്ലേ? ഒരു കഷ്ണം ഞാനത് ഏകദേശം കഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് കഷ്ടപ്പെട്ടിട്ടില്ല. കഷ്ടപ്പെട്ടിട്ട് എനിക്ക് മസാല ഓക്കെ ആയിട്ട് തോന്നി. തക്കാളി എടുത്ത് തിന്നാ പിന്നെ താഴെ തക്കാളി ഉണ്ടെങ്കിൽ തിന്നുന്നായില്ലേ? തക്കാളി തിന്നാ. മസാല തക്കാളി എങ്ങനെ ഉണ്ട്? തക്കാളി ഞാൻ ഇവിടെ തിന്നുന്നുണ്ട്. ഇതിപ്പോ തക്കാളി ഞാൻ തിന്നണം, താറാവ് റോസ്റ്റ് ഞാൻ തിന്നണം എന്നാ കാര്യം. നോക്ക്, ഒരു തണ്ണിമത്തിന് വലിപ്പം ഇത്രയും. ഇത് നോക്കുമ്പോൾ തക്കാളിന് വലിപ്പം അത്രേ ഉള്ളൂ. ഞാൻ തണ്ണിമത്തിന് പകുതി തിന്നു കഴിഞ്ഞു. അതുകൊണ്ട് തക്കാളി ഫുള്ള് തിന്നണം. ഒരേ ടേസ്റ്റ് ഉള്ള നാരങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പടലപാല പലവടങ്ങ പടവലങ്ങ കഴിച്ച് അതിന്റെ ടേസ്റ്റ് എന്താ? പടവലങ്ങ ഒരു ടേസ്റ്റും ഇല്ല. ഇതേപോലെ തന്നെ തക്കാളിക്ക് ഒരു ടേസ്റ്റും ഇല്ല. നല്ല ചൂടൊക്കെയാണ് കഴിച്ചത്. ചിലപ്പോ എല്ലാരും തണ്ണിമത്തം കഴിക്കണം. എനിക്ക് 3ാമത്തെ റൗണ്ടിൽ തണ്ണിമത്തം കിട്ടിയോണ്ടാണ് ഞാൻ അത് പറയുന്നത്. പക്ഷെ ഈ തണ്ണിമത്തം ഒരു സുഖല്ലേ കാണാൻ. നല്ല ടേസ്റ്റ് ഉണ്ട്. കാണാൻ സുഖമില്ലെങ്കിലും നല്ല മധുരം ഉണ്ട്. ഇനി നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത റൗണ്ടിൽ ഇനി എന്താ അക്ഷരം വരെ അതിൽ എന്തെങ്കിലും നല്ല സാധനം കിട്ടിയാൽ മതി. എനിക്ക് മതി അടുത്ത റൗണ്ട്. ഇനി നമ്മൾ 4ാമത്തെ റൗണ്ടിലേക്ക് കടക്കുകയാണ്. ഇതുവരെ നമുക്ക് വന്ന അക്ഷരങ്ങള് വാ വന്നു, പിന്നെ താ വന്നു, പാ വന്നു. ഇനി നമുക്ക് ഏത് അക്ഷരം വരാൻ നോക്കട്ടോ. ഞാൻ എടുക്കാം. നല്ല ഫുഡ് വരുന്നു. കഴിഞ്ഞ പ്രാവശ്യം കാരക്ക, കുരുമുളക്, ജ്യൂസ്, ക്യാരറ്റ് ഹൽവ, കുഴിമന്തി, കട്ട്ലറ്റ്, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. കുറെ സാധനങ്ങൾ വരാൻ. മോശം സാധനങ്ങളെ പറ്റി നമ്മൾ ആലോചിക്കും. കുരുമുളകാണ് ഒന്ന് കുരുമുളക്. അതെ. പിന്നെ ഞങ്ങൾ ഇനി കണ്ണടച്ചിരുന്ന് ആലോചിക്കാം. കണ്ണടയ്ക്കാം. കോഴി, ശരിയുണ്ടോ? ഓക്കെ, അപ്പൊ കണ്ടടക്കാം. അങ്ങനെ guys, നമുക്ക് കാ വെച്ചിട്ടുള്ള ഫുഡുകൾ മുന്നിൽ വന്നിട്ടുണ്ട്. കാര്യം പറഞ്ഞത് എന്താ? പറഞ്ഞു അത് എനിക്കൊരു ഡൗട്ടാണ് ഏത് സെലക്ട് ചെയ്യണമെന്ന്. ഞാൻ ഇതിലധികം പ്രഡിക്ഷൻസ് ഒന്നും പറയുന്നില്ല. വരുന്നത് അത് നീങ്ങുന്നില്ല. നല്ല കനമുണ്ട്. ഇതിനും നല്ല കനുണ്ട്. താറാവ് റോസ്റ്റ് ഇതേപോലെ നല്ല കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? ഓക്കെ, തുറക്കാം. 3, 2, 1, go. കാപ്പി, കട്ടൻ കാപ്പി അല്ലേ? കട്ടൻ കാപ്പി അല്ലേ? ചല്ലു കേക്കിന് കേക്ക് എന്നാ പറയാ. കേക്കിന് കേക്ക് എന്ന് പറയും. ശരിയാണ്.
ചെറുതിൽ വെച്ച് നോക്കുന്നത് അത്ര നല്ലതൊന്നല്ല. നല്ല കിടിലൻ കേക്ക്. ഇതൊക്കെ ഇതിന്റെ മുകളിൽ എന്താ സേമിയ പോലത്തെ കുനാഫ കേക്ക്. കുനാഫ കേക്ക് പോലെ. എടാ, കുനാഫ കേക്ക് അല്ല ഞാൻ കഴിച്ചോക്കട്ടെ, എനിക്ക് കട്ട് ചെയ്ത് കഴിച്ചോളൂ. വെറുതെ അല്ല 5 ആദ്യം പോയി അതോ എനിക്ക് പറയേണ്ട ഉള്ളിൽ അതാണ് ഒരു കുനാഫ ടച്ച് ഉണ്ടല്ലേ. ഒരു കുനാഫ പോലെ തോന്നുന്നുണ്ട്, നല്ല പിസ്തയും ബദവും ഒക്കെ ആയിട്ട്. ഇത് നല്ല രസമുണ്ട് കാണാൻ. ഇതൊന്നും കേട്ടെ എന്താ ഫ്ലേവർ? ആയിരിക്കും. ഇതിനൊരു പീനട്ട് ബട്ടറിന്റെ ടേസ്റ്റ് ഉണ്ട്, ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടും, നല്ല രസമുണ്ട്. ഞാൻ കട്ടൻ കാപ്പി കുടിക്കട്ടെ, എനിക്ക് കട്ടൻ കാപ്പിയാണ്. എനിക്ക് കാ വെച്ചിട്ട് കരിക്കാണ്. അപ്പൊ എല്ലാം നല്ലതാവുന്നത്. ഈ റൗണ്ടിൽ എല്ലാം നല്ലതാവുന്നത്, പക്ഷെ എനിക്കാണ് കുറച്ച് കുഴപ്പമില്ലാത്തൊരു സാധനം കിട്ടിയത്. എനിക്ക് കരിക്ക് കിട്ടിയാലും കേക്ക് കിട്ടിയാലും കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ കരിക്ക് എങ്ങനെയൊക്കെയോ അത് എങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. കഴിച്ചോക്കട്ടെ. അതിപ്പോ കഴിച്ചോക്കെ എന്താ അയ്യേ, ഹായ്, നല്ല മധുരമുള്ള കരിക്ക്. സത്യം. എല്ലാത്തിനും എന്താ നല്ല വെച്ച എനിക്ക് എന്താ മനസ്സിലായില്ല. ഞാൻ കട്ടൻ കാപ്പി കുടിക്കട്ടെ. അതൊരു പണിയാവാൻ എനിക്ക് എന്തോ ഒരു ഡൗട്ട് കഷായോ ഇതിനെന്താ മധുരട്ടോ കുഴപ്പോ? ഏതായാലും എനിക്ക് ഒരു കട്ടകാപ്പി ഇവരുടെ ഇടയിൽ തന്നെ. നല്ല വലിയ കേക്ക് കൊണ്ടുവച്ചത്, നല്ല കരിക്കും കൊണ്ടുവച്ചത്. ഇന്നൊരു കട്ടകാപ്പി ഒന്നും മധുരം ഇട്ടില്ല. ഇത് നല്ല മധുരമുണ്ട്, നല്ല ടേസ്റ്റ്. ആ, ഇതിന് നല്ല മധുരം ഉണ്ട്. അതിന്റെ എല്ലാത്തിനും കൂടെ മധുരം അപ്പുറത്തും അപ്പുറത്തും കിട്ടിയിട്ടുണ്ട്. കുടിച്ചോളൂ. കഴിക്കുന്നില്ലേ? തുടക്കത്തിൽ ഒരു പൊടി കിട്ടിയതേ ഉള്ളൂ എനിക്ക്, പിന്നെ ഒക്കെ നല്ലതാ കിട്ടിയേ. അല്ലേ എന്റെ പൊളി പിന്നെയും കുഴപ്പമില്ല, പക്ഷെ കൈപ്പുള്ള കട്ടകാപ്പി കുടിക്കുക. നല്ല ഉണർവ് കിട്ടും. ഉണർന്നിട്ടൊരു കാര്യമില്ല. ഒച്ച ഉണ്ട്. കഷായം കുടിക്കുന്ന പോലെ ഉണ്ട്. ഇത്ര കുടിക്കാൻ പറ്റും. നല്ല നല്ല കൈപ്പിട്ടത്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് റൗണ്ടിലേക്ക് കടക്കുകയാണ്. ഇനി ലാസ്റ്റ് റൗണ്ടിൽ നമുക്ക് ഏത് അക്ഷരം വരാൻ നോക്കാം. എടുക്കട്ടെ, ഞാൻ എടുക്കട്ടെ. ലാസ്റ്റ് അക്ഷരം മാങ്ങ. മാങ്ങ വരാം. ബിരിയാണി വേറെന്തൊക്കാ? മുളക് പൊടി. മുളക് പൊടി. മഞ്ഞൾ പൊടി. നല്ലതൊന്നും ഇല്ലേ? അപ്പൊ ഗൈസ് നമുക്ക് ഇനി മാല എന്താ വരിക? അങ്ങനെ മാ വെച്ചിട്ടുള്ള ഫുഡ് നമ്മളെ മുന്നിൽ എത്തി ഗൈസ്. എന്താ നല്ല തുറന്നോക്കാം. ഞാനിത്. അപ്പൊ ഞാനിത് ഓക്കെ എടുക്കട്ടെ. വെയിറ്റ് ഉണ്ട്. വെയിറ്റ് ഇല്ല. നല്ല വെയിറ്റ് ഉണ്ട്. വെയിറ്റ് ഇല്ല. തുറന്നോക്കാം. മീനൊന്നും പച്ചമീനൊന്നും ഉണ്ടാക്കല്ലേ. 3, 2, 1 ഗോ. മുളക് പൊടി തിന്നേണ്ടി വരും. ഇത് നല്ല ഒറിജിനൽ മുളക് പൊടിയാണ്. അത് കണ്ടിട്ട് തന്നെ ശ്രീന്റെ കണ്ണിന്ന് എന്തൊക്കെയോ ഇങ്ങോട്ട് എരിവടിക്കണ്ട്. എനിക്ക് മാല മഞ്ചാണ് ഗൈസ്. എനിക്ക് 4 മാങ്ങയാണ് ഗൈസ് കിട്ടിയത്. മാങ്ങ മാംഗോ ഒക്കെ മാന്നെ മഞ്ചല്ല. നല്ല മാങ്ങ. ഞാൻ കഴിക്കട്ടെ. ഞാൻ മഞ്ച കഴിക്കട്ടെ. എനിക്ക് ധൈര്യമില്ല. അല്ല, നമ്മള് ചില്ലി മറ്റേ സോസ് കഴിച്ചിട്ടുണ്ട്. അതൊക്കെ കഴിക്കാം. മുളക് പൊടി പ്ലെയിൻ ആയിട്ട് ഇന്ന് വരെ ഞാൻ കഴിച്ചില്ല. പച്ചക്കളർ വെക്കാൻ പച്ചമുളക് വേണ്ട അല്ലേ? ഓക്കെ, അതുകൊണ്ട് അടി മുളക് പൊടി വെച്ചു. ഇത് മഞ്ചിന്റെ ബ്രൗണി എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ് ഗൈസ്. ഞാൻ ഇതുവരെ തിന്നിട്ടില്ല. എങ്ങനെയുണ്ട്? കഴിക്കണല്ലേ? കുറച്ചെടുത്തിട്ടുണ്ട്. എരിവ് എന്താന്ന് പറഞ്ഞിട്ട് മുളക് പൊടി മെല്ലെ മെല്ലെ. ഫുള്ള് ഇറക്കുക, അല്ലെങ്കിൽ ആ പൊടി ഇങ്ങനെ ഉണ്ടാക്കി കഴിയുന്ന സമയത്ത് ഇങ്ങനെ പോകും. കുറച്ച് തിന്നാ മതി, കുറച്ച്. ഇവിടെ വായന്ന് തീ പോകുന്നതിന് വിഷയത്തിലേ. മതി 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 മതി. ഓള് മുളക് തിന്നുമ്പോ ഞാൻ 4 മാങ്ങയല്ലേ തിന്നുന്നത്. ഞാൻ മഞ്ജു. അത് മതി. മുളക് പൊടി അധികം തിന്നണം ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഞാൻ മഞ്ജു മാങ്ങി പക്ഷെ നമുക്ക് ഫുള്ള് തിന്നാൻ പറ്റും. നല്ല ടേസ്റ്റ് ഉണ്ട് കേസ് ഈ മാങ്ങ. നല്ല ടേസ്റ്റ് ബ്രൗണി. നല്ല എരിവുണ്ട്.
വെള്ളം കൊടുക്കും. എന്തിനാ വെള്ളം? മഞ്ജു വാങ്ങിയ വെള്ളം കൊടുക്കാൻ പറ്റില്ല, വെള്ളം വാലുള്ളതാ. മാല്ല അപ്പൊ മഞ്ജു തിന്നാ. മഞ്ജു തിന്ന വേണേ എടുത്തോ ആ പീസ് എടുത്തോ. വേണേ മാങ്ങി തരാം. അയ്യോ എന്റെ മാങ്ങ പോയേ. മാങ്ങി തരട്ടെ വേണമെങ്കിൽ. പോയില്ലേ പ്രതികാര. അപ്പൊ ഞങ്ങൾ മലയാള അക്ഷരമാല വെച്ചിട്ട് ആദ്യം വാ കിട്ടി, പിന്നെ പാ കിട്ടി, പിന്നെ താ കിട്ടി, കാ കിട്ടി, മാ കിട്ടി. കാ കിട്ടി, മാ കിട്ടി. ഇത്ര അക്ഷരങ്ങളാണ് നമ്മൾ ഈ ചാലഞ്ചിൽ കഴിച്ചത്. 56 അക്ഷരത്തിൽ നമ്മൾ 5 ചെയ്തത്. ഇനി ബാക്കി ഏതെങ്കിലുമൊക്കെ അക്ഷരങ്ങൾ നമുക്ക് അടുത്ത പാർട്ട് 2 ആയിട്ട് ചെയ്യാം guys. അപ്പൊ എനിക്ക് ഫസ്റ്റ് റൗണ്ടില് വാല് വാളംപുളി, ഐസ്ക്രീം. എനിക്ക് വെണ്ണ വെണ്ണ പിന്നെ പാല് എനിക്ക് പടവലങ്ങ കിട്ടി, എനിക്ക് പാവയ്ക്ക കിട്ടി. പായസം 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 കിട്ടി. പിന്നെ താല് എനിക്ക് കിട്ടിയത് തണ്ണിമത്തന്, എനിക്ക് താറാവ് റോസ്റ്റ്, എനിക്ക് തക്കാളി. തക്കാളി. പിന്നെ പിന്നെ അക്ഷരം പിന്നെ കാല് എനിക്ക് കിട്ടിയത് കട്ട കാപ്പി. കരിക്കാണ് കിട്ടിയത്. അതാണ് എനിക്ക് അതിൽ ഏറ്റവും വൃത്തിയുടെ സാധനമായിട്ട് തോന്നി. അത്ര കയ്പുള്ള ഒരു സാധനം, കയ്പുള്ള കട്ടൻ കാപ്പി ഒക്കെ കാലിന്റെ. പിന്നെ ലാസ്റ്റ് കിട്ടിയത് മാല് മഞ്ച്. മറക്കൂല ഞാൻ മുളക് പൊടി. ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള മുളക് പൊടി വെറുതെ 5 മാങ്ങ. അപ്പൊ guys, ഇന്നത്തെ ചാലഞ്ച് ഇത്രോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളിൽ നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരെ this is ശ്രീലക്ഷ്മി, This is Shamya. This is Sanjita. signing off.